വെളുപ്പിച്ച് കിങ്ങിണി നീ ഒരു വിധമായി. കഴിഞ്ഞ ദിവസം നീ ഒരു ഫുട്ബോൾ കളിക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റാ തോന്നുന്നുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. കുറച്ച് പേർക്ക് അതിൽ അഭിനയിക്കാൻ അറിയില്ല എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. ആ ഗോളിയൊക്കെ കണ്ടില്ലേ, ഒന്ന് ചാടായിരുന്നു. ടർഫ് സെറ്റ് ഇട്ടതാണെന്നുള്ള ആളുകൾ ചോദിക്കും. അല്ല, അതൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണല്ലോ. 2 ദിവസം മുൻപ് നീ ഒരു വീഡിയോ ചെയ്തു, ഞാൻ ഫുട്ബോൾ കളിക്കണത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നീ ഇത് കാണിച്ചതോ, നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ? അതും പോട്ടെ. നിന്റെ കേസ് തുടങ്ങിയ സമയത്ത് ഒരുപാട് കേസ് വന്നിട്ടാണ്. ഞാൻ ഏതാണ്ട് ഒരു 6-7 കേസ് ഞാൻ പുറത്തു വിട്ടുള്ളൂ. ഇത്രയും വെളുപ്പിച്ച സ്ഥിതിക്ക് ഞാൻ സാധനം പുറത്തു വിടാം. ഇതൊക്കെ അന്നേരം എന്നെ പുറത്തു വിടായിരുന്നു, വേണ്ടാന്ന് വെച്ചാൽ. പക്ഷെ നീ ആയിട്ട് വീണ്ടും കുത്തി പൊക്കി. പയ്യൻ എനിക്ക് മെസ്സേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ആ പയ്യൻ ഒരു ചെറിയ സംരംഭം തുടങ്ങി, ചെറിയ ഫണ്ട് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ നമ്മുടെ കിങ്ങിണി സാറിന് കൊടുത്തു. ചെറിയ എമൗണ്ടാണ്, 2000 ആണ്. എന്താ വേണ്ട, പക്ഷേ ആ പ്രൊമോഷനും ഇല്ല. പിന്നെ ന്യായീകരിക്കണത് കണ്ടോ? ആ വീഡിയോ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ പോണേ. എടാ മച്ചാനെ, ഞാൻ പറഞ്ഞില്ല വീഡിയോക്ക് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ തിരക്കൂട്ടി കഴിഞ്ഞാലൊന്നും നടക്കൂല. അങ്ങനെയാണ് ഞാൻ പൈസ തിരിച്ചയച്ചേ. തിരക്കുമ്പോൾ നമുക്ക് തിരക്കും ബത്തപ്പാടും കൊണ്ടൊന്നും നടക്കൂലേ. കാര്യം പറയാലോ, എടുക്കുമ്പോൾ അതിൻ്റെതായ വൃത്തി കണക്ക് എടുക്കണം, എനിക്ക് പോസ്റ്റ് ചെയ്യണം, എനിക്ക് എൻ്റെതായ ഇത്. മറ്റുള്ളവരെ ക്യാഷ് വാങ്ങി പോക്കറ്റിട്ടിട്ട് ന്യായീകരിക്കുക. ക്യാഷ് വാങ്ങിയിട്ട് നീ ഒരു കാര്യം ചെയ്യ, നീ ക്യാഷ് തിരിച്ചു കൊടുക്കണ്ട. ഒരു വീഡിയോ നിനക്ക് ചെയ്തു കൊടുത്തൂടെ? നിന്റെ വേറൊരു കേസുണ്ട്, 140 ഉറുപ്പ്യ നീ പറ്റിച്ചിട്ട് ഒരുത്തണ്ടേ. ആലോചിച്ച് നോക്കി, നീ വീണ്ടും ഇങ്ങനെ വെളുപ്പിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാകും. എടാ, എൻ്റെ ഗൂഗിൾ പേ നമ്പർ എൻ്റെ പൈസയും കൊണ്ട് പോടെ. ഇനി പെരിയക്കനെ കണ്ടു പറഞ്ഞു കുറേ നേരം ഇടങ്ങാറാക്കി കുറച്ച് റെസ്പെക്റ്റ് ഇല്ലാണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ മുമ്പ് ചെയ്ത പോലെ വർക്ക് ഇവിടെ പെൻഡിങ്ങിലാടോ, ഓൾക്ക് പറഞ്ഞാൽ മനസ്സിലാണ്ട് എനിക്കാ പറഞ്ഞാൽ മനസ്സിലാകാത്ത. ഇതിൻ്റെ കാര്യം നടക്കണിട്ട് എന്തും തോന്നിയ സപ്പാടെടുത്ത് പറയല്ല. പറയാലോ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാനും വൃത്തിക്ക് തന്നെയാണ്. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്, ചൊപ്പയാണെങ്കിൽ ഞാനും ചൊപ്പ തന്നെയുള്ളൂ. അറിയാലോ, വേറെ ഇതേപോലെ കുറേ ആൾ വർക്ക് എനിക്ക് തന്നിട്ട് ഇന്നേം കാട്ടും നല്ല ഈ 10ഉം 15ഉം പറഞ്ഞിട്ട് വർക്ക് എടുക്കാണ്ട് ഞാൻ നിന്നെന്തുണ്ടെന്നറിയോ? എൻ്റെ കൂടെ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ മേലില്ല. അത്ര പോലെ വാക്കിനെ വില കൊടുക്കുന്നവനായി. എന്നിട്ട് ഇപ്പം എൻ്റെ ഈ വർത്താനില്ലേ, ഇതൊന്നും ചെയ്താൽ പോരാ, വേറെ ചെയ്യണം. കാരണം മുത്തുമണിയെ എന്തെന്നാ പറഞ്ഞത് ഇങ്ങനെ കേട്ടോക്ക്. ആൾക്കാർക്ക് ക്ഷമാനം സമ്മതം. അത് കടന്നു പോയാൽ പിന്നെ അതിനപ്പുറം എന്താ പറയുക അറിയില്ല. ഒരു ഹെൽപ്പ് ചോദിക്കേണ്ട നമ്മളൊന്നും സഹായിക്കും ഒരു പട്ടി ഉണ്ടായിക്കില്ല, അത് വേറെ കാര്യം. റെസ്പെക്ട് കൊടുക്കടേ. പിന്നെ നീ ചൊപ്പയെന്ന് പറഞ്ഞത്, നീ ചൊപ്പയാണ്, നീ തന്നെ ഇങ്ങനെ പറയുന്നു വേണ്ട. നാട്ടിലേക്ക് മൊത്തം അറിയാം. ആൾക്കാർക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിന്റെ കാര്യത്തിലൊക്കെ പിന്നെ എന്താ വേണ്ടത്? പട്ടി പോലും നിന്നെ സഹായിച്ചില്ല, ഇത്ര പണം കിട്ടിയില്ലടാ, തിന്നു കൊണ്ടയിലടാ. നീ പലരോടും പറഞ്ഞു നടക്കുന്നുണ്ട് എനിക്കെതിരെ നീ കേസ് ഫയൽ ചെയ്യാന്ന്. നീ കേസ് ഫയൽ ചെയ്യുമ്പോഴേ ഇതും കൂടി വെച്ച് കേസ് ഫയൽ ചെയ്തോ. ഇത്ര അധികം തട്ടിപ്പ് നടത്തിയിട്ടും നിന്നെ താങ്ങി നടക്കാൻ കുറെ ആളുണ്ടല്ലോ. പിന്നെ എനിക്കെതിരെ PR വർക്കാ, തെറിയുടെ അഭിഷേകം. എവിടുന്നാണ് ഇത് കൊണ്ടുവരേണ്ടത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അറിയില്ല. പുച്ഛം